ഒരു സമയത്ത് കുടുംബ വിഷയങ്ങൾ കാരണം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരദമ്പതിമാരായിരുന്നു ഗായിക അമൃത സുരേഷും നടൻ ബാലയും. ഇവരുടെ വിവാഹമോചനം തന്നെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. വിവാഹമോചനത്തോടെയും തീർന്നിരുന്നില്ല ഇവരുടെ പ്രശ്നങ്ങൾ. അതിനുശേഷം മുൻ ഭാര്യയ്ക്കെതിരെ ആരോപണങ്ങളുമായി സ്ഥിരം സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് ബാലയായിരുന്നു. എന്നാൽ ബന്ധം വേർപ്പെടുത്തിയ ശേഷവും അവരെയും മകളെയും പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയിൽ ബാലയെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ബന്ധു കൂടിയായ കോകിലെ വിവാഹം കഴിച്ച് ഒതുങ്ങിക്കൂടുകയായിരുന്നു നടൻ ബാല. അങ്ങനെയിരിക്കെയാണ് ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായിട്ട് അമൃത വീണ്ടും എത്തിയത്. മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസിന് അടച്ച തുക പിൻവലിച്ചെന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നുമാണ് അമൃതയുടെ ആരോപണം. റിപ്പോർട്ടർ ടിവിയോടാണ് അമൃതയുടെ പ്രതികരണം. അമൃതയുടെ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ഡിവോഴ്സ് പെറ്റീഷൻ രേഖയിൽ വ്യാജ ഒപ്പിട്ടതായാണ് അമൃതയുടെ പരാതിയിൽ പറയുന്നത്. ഹൈക്കോടതിയിൽ വ്യാജരേഖകൾ സമർപ്പിച്ചെന്നും മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് പണം പിൻവലിച്ചെന്നും ആരോപണമുണ്ട്. മകളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക 2022 പിൻവലിച്ചത്. കുട്ടിയുടെ തുടർ പഠനത്തിനും ജീവിതകാലം മുഴുവനുമുള്ള ലൈഫ് ഇൻഷുറൻസ് ആണ്. അക്കൗണ്ടിൽ കിടന്ന തുച്ഛമായ തുകയും എടുത്തു. സംശയം തോന്നി ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് പണം പിൻവലിച്ച കാര്യം അറിഞ്ഞതെന്നും അമൃത സുരേഷ് പറയുന്നു. മകൾക്ക് ആകപ്പാടെ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണത്. മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം അവൾക്ക് മാത്രമേ പണമെടുക്കാൻ സാധിക്കൂ എന്നൊക്കെ അതിൽ എഴുതിയിട്ടുള്ളതാണ്. രേഖ പരിശോധിച്ചപ്പോൾ ഈ സംഭവം കാണാനില്ല. ആ പേജ് മുഴുവൻ കൃത്രിമമാണ്. സംശയം തോന്നി ബാങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തതായും പണം പിൻവലിച്ചതായും. ഇതൊരു കേസായി തന്നെ മുന്നോട്ടു പോകണമെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. കേസിന് ആഗ്രഹിച്ചതല്ല, മകൾക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്ക് ആകെ കിട്ടുന്ന പൈസയാണ്. അതെടുത്തെന്ന് പറയുന്നത് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. തന്റെ ഒപ്പടക്കം മാറ്റിയാണ് ഇട്ടിരിക്കുന്നതെന്ന ഗുരുതരമായ കാര്യങ്ങളാണ് അമൃത പറയുന്നത്. വിഷയം വലിയ വാർത്തയായതോടെ പ്രതികരണവുമായി ബാലയുമെത്തി. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ബാലയുടെ പ്രതികരണം വന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്, അങ്ങനെയൊരാളല്ല താനെന്നും ബാല പറയുന്നു. വിഷമകരമായ അവസ്ഥയാണ്. ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിയിലും പോലീസിലും വാക്ക് പറഞ്ഞിരിക്കുകയാണ്. അന്നു തൊട്ട് ഇന്നുവരെയും ഞാൻ എൻ്റെ വാക്ക് പാലിക്കുന്നുണ്ട്. കേസിന് മുകളിൽ കേസ് കൊടുത്ത് എൻ്റെ വായ അടച്ചിട്ട് മറ്റുള്ളവരെല്ലാം സംസാരിക്കുന്നു. ഞങ്ങളിപ്പോൾ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സൈഡിൽ നിന്ന് നിരന്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. സംസാരിച്ചാൽ എൻ്റെ മേലിൽ അടുത്ത കേസ് വരും. സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളും മാധ്യമങ്ങളും ഉൾപ്പെടെ വ്യാജരേഖ നിർമ്മാണം എന്ന് പറഞ്ഞ് വാർത്തകൾ വിടും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മിണ്ടണോ മിണ്ടാതിരിക്കണോ? മിണ്ടിയാലും കുഴപ്പം, മിണ്ടിയില്ലെങ്കിലും പ്രശ്നം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ബാല ചോദിക്കുന്നത്. ഞാൻ ഭാര്യയുമായി സന്തോഷമായി ഇരിക്കുകയാണ്. ഞങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. വരും. ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവരവർക്ക് അർഹതപ്പെട്ടത് തീർച്ചയായും കിട്ടും. വ്യാജരേഖ നിർമ്മാണം എന്ന വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ടതല്ല. അത് വലിയ തെറ്റാണെന്നും ബാല ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വ്യാജരേഖകൾ ചമച്ച് കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് മുൻ ഭാര്യയുടെ പരാതിയിൽ പറയുന്നത്.